കോവിഡ് പ്രതിസന്ധി മൂലം ജീവിതം പെരുവഴിയിലായ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അത്താണിയായ കമ്പനിയാണ് ഹൈറിച്ച്. തൊഴിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പതിനായിരങ്ങൾക്ക് തൊഴിലും വരുമാനവും നൽകിയ കമ്പനിയാണ് ഹൈറിച്ച്. സർക്കാരിന് വർഷാവർഷം ഏറ്റവും വലിയ തുക GST നൽകിയ കമ്പനിയാണ് ഹൈറിച്ച്. വീട്ടമ്മമാരും നിത്യരോഗികളും അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാവാതിരിക്കാൻ, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടാതിരിക്കാൻ ഹൈറിച്ച് തിരിച്ചു വന്നേ മതിയാവൂ. കോടിക്കണക്കിന് രൂപ പറ്റിച്ചു എന്ന കള്ള ആരോപണം ഉന്നയിക്കുന്നവരോട് ഹൈറിച്ചിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു, കമ്പനി ഞങ്ങളെ പറ്റിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന്. ഹൈറിച്ച് കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവരോട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് വെറും നുണയാണ്. ഞങ്ങൾ കമ്പനിക്ക് പണം നൽകിയതും കമ്പനി ഞങ്ങൾക്ക് പണം നൽകിയതും ബാങ്ക് അക്കൗണ്ട് മുഖേന മാത്രമാണ്, എല്ലാം സുതാര്യമായാണെന്ന്. ഹൈറിച്ച് മണി ചെയിനാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ഹൈറിച്ച് മണി ചെയിൻ അല്ല, ഹൈറിച്ചിന് വ്യക്തമായ ബിസിനസ്സുകളുണ്ട്, കാലഘട്ടത്തിന്റെ ബിസിനസ് ഏറ്റെടുത്തു ചെയ്യുന്ന കമ്പനിയാണ് ഹൈറിച്ച് എന്ന്. ഈ വസ്തുതകളെല്ലാം ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കണം. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഞങ്ങളെ കേൾക്കാനും ഞങ്ങളുടെ സത്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുമുള്ള ധാർമ്മിക മൂല്യം കാണിക്കണം.